നമസ്കാരം. പ്രധാന വാർത്തകൾ. നാടെങ്ങും കാടിറങ്ങി വന്യമൃഗങ്ങൾ. പത്തനംതിട്ട തണ്ണിത്തോട്ടിലെ ജനവാസ മേഖലയിൽ പുലി വളർത്തുനായയെ കൊന്നു. മലപ്പുറം മമ്പാട് കാട്ടുപന്നി ആക്രമണത്തിൽ 2 പേർക്ക് പരിക്ക്. ഇടുക്കി വണ്ടൻമേട്ടിൽ കുഴിയിൽ വീണ കടുവയെ മയക്കുവെടിവെച്ച് പിടിച്ചു വനം വകുപ്പ്. ഇടുക്കി തൂവൽ വെള്ളച്ചാട്ടത്തിൽ വീണ വിനോദസഞ്ചാരിയെ 2ാം ജന്മത്തിലേക്ക് കൈപിടിച്ച് കയറ്റി നാട്ടുകാർ. അപകടത്തിൽപ്പെട്ടത് തമിഴ്നാട് സ്വദേശി. കരയ്ക്ക് കയറ്റിയത് വടമെറിഞ്ഞുകൊടുത്ത്. വർക്കലയിൽ 13-കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി അമ്മാവന് വേണ്ടി തിരച്ചിൽ. പെൺകുട്ടി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. പീഡനം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പെൺകുട്ടിയുടെ മൊഴി. കട്ടപ്പന മൃഗാശുപത്രിയിൽ ഡോക്ടർ ഇല്ലാതായിട്ട് 1 മാസം. കാലികൾക്ക് ചികിത്സ നൽകാനാവാതെ ക്ഷീരകർഷകർ കടുത്ത പ്രതിസന്ധിയിൽ. പുതിയ ഡോക്ടറെ ഉടൻ നിയമിക്കണമെന്നാവശ്യം. പാലക്കാട് നഗരത്തിലെ തിരുനെല്ലായിൽ കുടിവെള്ളമെത്താതായിട്ട് ആഴ്ചകൾ. കുടവുമായി റോഡ് ഉപരോധിച്ച് വീട്ടമ്മമാർ. കുടിവെള്ളം മുട്ടിയതിന് പിന്നിൽ വാർഡ് കൌൺസിലറോടുള്ള BJP ഭരണസമിതിയുടെ പ്രതികാരമെന്ന ആക്ഷേപം. വിശദമായി നോക്കാം. ഇടുക്കി വണ്ടൻമേട് മയിലാടുംപാറയ്ക്ക് സമീപം കുഴിയിൽ വീണ കടുവയെ മയക്കുപിടിവെച്ചു. പെരിയാർ ടൈഗർ റിസർവിലെ വെറ്റിനറി സർജന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മയക്കുപിടിവെച്ചത്. സ്വകാര്യ വ്യക്തിയുടെ ഏലത്തോട്ടത്തിലെ കുഴിയിൽ ഇന്ന് രാവിലെയാണ് കടുവ വീണത്. പ്രിൻസ് ജെയിംസ് ചേരുന്നു വിവരങ്ങളുമായി. പ്രിൻസ്, മയക്കുവെടി വെച്ച് കടുവയെ പുറത്തെത്തിച്ചു അല്ലെ? ഇനി എങ്ങോട്ട് കൊണ്ടുപോകും? കാട്ടിലോട്ട് വിടുകയാണോ? ഉൾക്കാട്ടിലോട്ട് വിടുകയാണോ? പരിശോധനകൾക്ക് ശേഷം കടുവയുടെ ആരോഗ്യസ്ഥിതിയൊക്കെ മനസ്സിലാക്കിയ ശേഷമായിരിക്കും കാട്ടിലേക്ക് ഉള്ള നടപടികളിലേക്ക് വനം വകുപ്പ് കടക്കുന്നത്. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് വണ്ടൻമേട് മയിലാടുംപാറയിലെ സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ കടുവയെ കണ്ടെത്തിയത്. ഈ കൃഷിയിടത്തിൽ ഒരു കുഴിയിൽ വീണ അവസ്ഥയായിരുന്നു കടുവ. ഒപ്പം ഒരു നായയും ഉണ്ടായിരുന്നു. ഈ നായയെ ഓടിക്കുന്നതിനിടയ്ക്ക് കുഴിയിലേക്ക് വീണതാകാം എന്നാണ് കരുതുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 12:30 കടുവയെ മയക്കുവെടി വെക്കുകയായിരുന്നു. ഒപ്പം നായയും മയക്കുവെടി വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ കടുവയെ പുറത്തെത്തിയ ശേഷം ഈ അടുത്ത നടപടികളിലേക്ക് കടക്കും. എന്നാലും നിലവിൽ ഇവിടെ ഈ സാഹചര്യം മേഖലയിൽ വനമേഖലയോട് ചേർത്ത് തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശമാണെങ്കിൽ പോലും പുലിയുടെയോ കടുവയുടെയോ സാന്നിധ്യം മുൻകാലങ്ങളിൽ അനുഭവപ്പെടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ആദ്യമായാണ് ഇത്തരത്തിൽ കൃഷിയിടത്തിലേക്ക് കടുവ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പം വളർത്തുമൃഗത്തിന് നേരെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും ഇത് വലിയ ആശങ്കയ്ക്കും ഇടയാക്കുന്നുണ്ട്. എന്തായാലും നടപടി വനം വകുപ്പ് സ്വീകരിച്ചിട്ട് കടുവ ഇപ്പോൾ പിടികൂടിയ സാഹചര്യം പിടികൂടിയ അവസ്ഥയുണ്ട്. എന്നാലും മേഖലയിലെ ആശങ്ക മാറുന്ന ഒരു അവസ്ഥയല്ല. കാരണം കടുവ അടക്കമുള്ള വന്യമൃഗങ്ങൾ മേഖലയിലേക്ക് മുൻപ് എത്തിയിരുന്നില്ല. അത്തരത്തിലൊരു സാഹചര്യം വലിയ ഒരു ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. ഭവ്യ. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി വണ്ടൻമേട് മയിലാടുംപാറയ്ക്ക് സമീപം കുഴിയിൽ വീണ കടുവയെ മയക്കുവെടി വെച്ചു എന്നുള്ള വാർത്തയാണ് നമ്മളിപ്പോൾ പരിശോധിച്ചത്. മറ്റൊരു വാർത്തയിലേക്ക്. പത്തനംതിട്ടയിൽ ജനവാസ മേഖലയിൽ പുലി ഇറങ്ങിയെന്ന സംശയം. പത്തനംതിട്ട തണ്ണിത്തോട് മേക്കണ്ണത്ത് വളർത്തുനായി അജ്ഞാത മൃഗം ആക്രമിച്ചു കൊന്നു. പുലിയാണെന്നാണ് നാട്ടുകാർ സംശയിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. ഇടുക്കിയിൽ വെള്ളച്ചാട്ടത്തിൽ വീണ യുവാവിന് രക്ഷകരായി നാട്ടുകാർ. ഇടുക്കി തൂവൽ വെള്ളച്ചാട്ടത്തിൽ അകപ്പെട്ട വിനോദസഞ്ചാരിയാണ് നാട്ടുകാർ രക്ഷപ്പെടുത്തിയത്. തമിഴ്നാട് സ്വദേശിയായ സഞ്ചാരി കാൽ വഴുതി വെള്ളച്ചാട്ടത്തിലേക്ക് പതിക്കുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ നാട്ടുകാർ വടം ഉപയോഗിച്ച് യുവാവിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു.
വർക്കല അയിരൂരിൽ 13-കാരിയെ മാതൃസഹോദരൻ പീഡിപ്പിച്ചു. കുട്ടിക്ക് അതിശക്തമായ വയറുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് എത്തിച്ചപ്പോഴാണ് ഡോക്ടർമാർ പീഡന വിവരം കണ്ടെത്തിയത്. ഡോക്ടർ കുട്ടിയോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം അയിരൂർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് ആശുപത്രിയിലെത്തി കുട്ടിയെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് പീഡനത്തിന്റെ ശരിക്കുള്ള വിവരം പുറത്തറിയുന്നത്. പെൺകുട്ടി 3 മാസത്തോളം പീഡനത്തിന് ഇരയായിട്ടുള്ളതായി പോലീസ് പറയുന്നു. ആരോടെങ്കിലും പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് പ്രതി പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇത് ഭയന്നാണ് പെൺകുട്ടി വീട്ടുകാരോട് പോലും പീഡന വിവരം മറച്ചുവെച്ചത്. ലഹരിക്കെതിരെ സൈക്കിൾ യാത്രയുമായി മുൻ സബ് ഇൻസ്പെക്ടർ കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിരമിച്ച ഷാജഹാനാണ് കാസർഗോഡ് വരെ ലഹരിക്കെതിരെ ബോധവൽക്കരണ സൈക്കിൾ യാത്ര നടത്തുന്നത്. 7 ദിവസം യാത്ര മലപ്പുറം വളാഞ്ചേരിയിലെത്തി. ലഹരിക്കെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തുകയാണ് ഈ മുൻ പോലീസുകാരൻ. കൊല്ലം സ്വദേശിയും വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ SIയുമായിരുന്ന ഷാജഹാനാണ് യാത്ര പുറപ്പെട്ടത്. യുവതലമുറയെ ലഹരിയിൽ നിന്നും മുക്തരാക്കാൻ കേരളത്തിലുടനീളമാണ് ഷാജഹാൻ യാത്ര നടത്തുന്നത്. കൊല്ലത്തു നിന്ന് ആരംഭിച്ച യാത്ര മലപ്പുറം വളാഞ്ചേരിയിലെത്തി. പുതിയ തലമുറയെ തന്നെ ഇല്ലാതാക്കുന്ന ലഹരിക്കെതിരെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവർ തന്നോടൊപ്പം നിൽക്കണമെന്ന് ഷാജഹാൻ പറയുന്നു. നമ്മുടെ പ്രദേശത്ത് നമുക്കറിയാവുന്ന സ്ഥലങ്ങളിൽ ഈ നമുക്കറിയാൻ പറ്റാത്ത ആൾക്കാർ സ്കൂട്ടറിലും ബൈക്കിലും ഒക്കെ വന്ന് ഈ നമ്മുടെ തലമുറയെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മക്കളെ നമ്മളെ അനിയന്മാരെയൊക്കെ നശിപ്പിക്കുന്ന ഈ ലഹരി വിൽക്കുന്നതിന് വേണ്ടി വന്ന് നിൽക്കുമ്പം നമുക്ക് അവർക്കെതിരെ ഒരു നടപടി എടുക്കാനോ അവർക്കെതിരെ ഒന്ന് പോരാടാനോ നമുക്ക് പേടിയാണ്. ആ പേടി മാറ്റുന്നതിന് വേണ്ടിയാണ് ഈ യോദ്ധാവ് എന്നുള്ള സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ആ നമ്പറിൽ വിളിച്ച് നമ്മൾ അറിയിക്കുകയാണെങ്കിൽ ഈ വിളിച്ചു പറയുന്ന ആൾ ആരാണെന്ന് അറിയിക്കാതെ തന്നെ പുറം ലോകം അറിയിക്കാതെ തന്നെ ആ വിൽപ്പനക്കാരനെ പോലീസ് പിടിച്ച് ജയിലിൽ അടയ്ക്കുന്നതാണ്. കൊല്ലം മുതൽ കാസർഗോഡ് മഞ്ചേശ്വരം വരെയാണ് യാത്ര. റൈഡ് വിത്ത് ഷാജഹാൻ എന്ന പേരിൽ യൂട്യൂബ് ചാനലിലും ഇത്തരം വിഷയങ്ങളുമായി സജീവമാണ് ഇദ്ദേഹം. ന്യൂസ് 18 തിരൂർ. ജോസ് ഡോക്ടർ ഉണ്ടായിരുന്നെങ്കിൽ അസുഖം വരുമ്പോൾ പട്ടാമ്പിക്കാരുടെ മനസ്സിൽ വരുന്ന ചിന്തയാണിത്. 4 പതിറ്റാണ്ട് കാലം ഒരു നാടിന് ആരോഗ്യ പരിപാലനം നൽകിയ പട്ടാമ്പിക്കാരുടെ ജോസ് ഡോക്ടർ വിട പറഞ്ഞ് 1 വർഷമാകുമ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം. ചികിത്സയുടെ പ്രതിഫലം ചോദിച്ചു വാങ്ങാത്ത ജോസ് ഡോക്ടർ രോഗികൾക്ക് എന്നും ദൈവതുല്യനായിരുന്നു. എന്താടോ പറ്റിയത് എന്ന ഒറ്റ ചോദ്യത്തിൽ പകുതി ആശ്വാസമാകും. അതായിരുന്നു പട്ടാമ്പിയുടെ ജോസ് ഡോക്ടർ. അസുഖത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന ഡോക്ടർ ജനകീയനായി മാറി. പ്രതിഫലം ഇത്ര വേണമെന്ന് നിശ്ചയിക്കാത്ത, കൊടുക്കുന്നത് എത്രയോ അതിൽ നോക്കുക പോലും ചെയ്യാത്ത ജോസ് ഡോക്ടർ പുതിയ കാലത്തെ ഡോക്ടർമാർക്ക് മാതൃക കൂടിയായിരുന്നു. ആർക്കും ചികിത്സ തേടി അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്താൻ കഴിയുന്നതാണ്. മാത്രമല്ല ഭയങ്കര ഒരു സാന്ത്വനം നൽകുന്ന ഒരാളായിരുന്നു അദ്ദേഹം. ഫീസ് യാതൊരു തരത്തിലും പ്രശ്നമില്ലാത്ത ഒരാളായിരുന്നു. അദ്ദേഹം വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ആരോഗ്യവകുപ്പിൽ വർക്ക് ചെയ്യുമ്പോഴും ഒരു മികച്ച ഡോക്ടറായിരുന്നു. അതിനുശേഷം ഏറ്റവും ജനകീയമായിട്ടുള്ള ഒരു ഡോക്ടറായിട്ട് അദ്ദേഹം മാറി. വലിയൊരു ജനവിഭാഗത്തിന്റെ മിഴി നനയിച്ച് ജോസ് ഡോക്ടർ വിട വാങ്ങിയിട്ട് 1 വർഷം പിന്നിടുമ്പോഴും ഇന്നും പല വീടുകളുടെയും അകത്തളങ്ങളിൽ പിങ്ക് നിറത്തിലുള്ള മഷി കൊണ്ടുള്ള ഡോക്ടറുടെ മരുന്നുകുറിപ്പടികൾ സൂക്ഷിച്ചിട്ടുണ്ട്. അസുഖം വന്നാൽ പട്ടാമ്പിക്കാർ ആദ്യം ഓടിയെത്തുന്നത് ജോസ് ഡോക്ടറുടെ അടുത്തേക്കായിരുന്നു. ജോസിനെ കണ്ടാൽ മതി അസുഖം മാറുമെന്ന് അക്കാലത്ത് നാട്ടിൻപുറത്ത് ഒരു വർത്തമാനം കൂടിയുണ്ടായിരുന്നു. ആ ഓർമ്മകൾ നിലനിർത്താനും സാമൂഹ്യ പ്രതിബദ്ധതയോടെ നിലകൊള്ളാനുമായാണ് കുടുംബത്തിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ജോസ് പുളിക്കൽ ഫൗണ്ടേഷൻ രൂപീകരിച്ചത്. ജോസ് ഡോക്ടറിന്റെ ആഗ്രഹമായ പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി വികസനവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ചികിത്സാ സഹായം നൽകി കരുതലാകാനുമാണ് ഫൗണ്ടേഷൻ കൊണ്ട് ലക്ഷ്യമിടുന്നത്. കാര്യങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ അപ്പച്ചൻ്റെ പേഷ്യൻസിനും ബാക്കി ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ മെഡിക്കൽ സഹായം എത്തിക്കാനുള്ളൊരു ശ്രമമാണ്. അപ്പോൾ അത് നമ്മുടേതായ രീതിയിൽ ഒന്ന് കണ്ടിന്യൂ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു നമ്മൾ ഫാമിലിയിൽ നിന്ന് ഒരു ഫൗണ്ടേഷൻ ഇങ്ങനെ ഒരു സോഫ്റ്റ് ലോഞ്ച് പോലെ സ്റ്റാർട്ട് ചെയ്യുന്നു. തൃശൂർ മണ്ണമ്പേട്ടയിൽ ജനിച്ച അദ്ദേഹം 41 വർഷം പട്ടാമ്പിയിലായിരുന്നു താമസം. പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി, കൊപ്പം കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിൽ ദീർഘകാലം സൂപ്രണ്ടായി സേവനമനുഷ്ഠിച്ചു. 49 വർഷമാണ് ആതുര സേവന രംഗത്ത് പ്രവർത്തിച്ചത്. മുഴുവൻ സമയം രോഗികൾക്ക് വേണ്ടി നിലകൊണ്ട ജോസ് ഡോക്ടർ യാത്രയായപ്പോൾ ഒരു നാട് മുഴുവൻ ചിന്തിച്ചത് ഒന്ന് മാത്രമായിരുന്നു: അസുഖം വന്നാൽ ഇനി എവിടേക്ക് ഓടിച്ചെല്ലും? വെറും ഒരു ഡോക്ടറെയല്ല ജനങ്ങൾക്ക് നഷ്ടമായത്. നീട്ടിവലിക്കുന്ന ശ്വാസത്തിനിടയിൽ രോഗം നിർണയിക്കാൻ സാധിക്കുമെന്ന ജനങ്ങളുടെ ആത്മവിശ്വാസം കൂടിയാണ് ഇല്ലാതായത്. ന്യൂസ് 18 പട്ടാമ്പി.
ജലജീവൻ കുടിവെള്ള പദ്ധതിക്ക് പൈപ്പ് സ്ഥാപിക്കാൻ വെട്ടിപ്പൊളിച്ച ഗ്രാമീണ പാത അപകട ഭീഷണിയാകുന്നതായി പരാതി. പാലക്കാട് ഞാങ്ങാട്ടിരി മാട്ടായ മുടവന്നൂർ റോഡാണ് മാസങ്ങളായി യാത്രായോഗ്യമല്ലാതെ തകർന്ന് തരിപ്പണമായത്. ജലജീവൻ മിഷൻ പദ്ധതിക്കായി കുടിവെള്ള പൈപ്പിടാൻ റോഡിന് നടുഭാഗം വെട്ടിപ്പൊളിച്ചതോടെയാണ് ജനങ്ങളുടെ ദുരിതം തുടങ്ങിയത്. മഴ കൂടി പെയ്തതോടെ കടുത്ത പ്രയാസമായി. തൃത്താല ഞാങ്ങാട്ടിരി മാട്ടായിൽ നിന്ന് മുടവന്നൂരിലേക്കുള്ള പാതയാണ് തകർന്ന് തരിപ്പണമായത്. പ്രദേശത്തെ 100 കണക്കിന് ആളുകളും യാത്രക്കാരും ഇതോടെ ദുരിതത്തിലായി. കിലോമീറ്ററുകളോളമാണ് റോഡ് വെട്ടിപ്പൊളിച്ചത്. മഴ പെയ്തപ്പോൾ വലിയ കുഴികൾ രൂപപ്പെട്ടു. ഇതോടെ വാഹനങ്ങൾക്ക് അപകട ഭീഷണിയായി മാറുകയാണ് ഈ പാത. എൻ്റെ വീടിൻ്റെ മുൻവശത്താണ് ഞാൻ നിൽക്കുന്നത്. വീട്ടിൽ നിന്ന് വണ്ടി, പ്രത്യേകിച്ച് കാറൊന്നും റോഡിലേക്ക് ഇറക്കാൻ യാതൊരു ഭാഗവുമില്ല. അത്രയും വലിയ കുഴികളാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ 4-5 മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ റോഡ് നന്നാക്കാൻ വേണ്ടിയിട്ട്. ഇതുവരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. എത്രയും പെട്ടെന്ന് ദിവസവും വണ്ടികൾ താണുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. വലിയ കുഴികളിൽ വാഴ വെച്ച് നാട്ടുകാർ പ്രതിഷേധിച്ചു. റോഡ് നന്നാക്കാൻ മാത്രം നടപടിയുണ്ടായില്ല. മഴ പെയ്താൽ ഇരുചക്രവാഹന യാത്രക്കാർ ഏറെ ഭീതിയോടെയാണ് പോകുന്നത്. റോഡിൽ ഇപ്പം നിങ്ങൾ കാണാൻ കഴിയുണ്ടാവും, നിറയെ കുഴികളാണ്. ഇത്തരം വാഴകൾ വെച്ച് പ്രതിഷേധിക്കുകയാണെങ്കിൽ മിനിമം ഒരു 500-600 വാഴകളെങ്കിലും ഈ റോഡിൽ വെക്കേണ്ടി വരും. കാരണം എല്ലാവരും എന്തെങ്കിലും തരത്തിൽ ഇതിലൂടെ യാത്ര ചെയ്യും. ഒന്ന് കാല് തെന്നിയാൽ ജീവൻ വരെ അപകടത്തിലാവും. ഇതിനാരാണ് സമാധാനം പറയേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അധികാരികൾ ബന്ധപ്പെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നല്ല നിലക്ക് നടന്നിരുന്ന ഈ റോഡ് ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ടാർ ചെയ്ത് തരണമെന്നാണ് ഒരു നാട്ടുകാരൻ എന്ന നിലക്കുള്ള അപേക്ഷ. 6 മാസം മുൻപാണ് റോഡ് വെട്ടിപ്പൊളിച്ച് മുടവന്നൂരിലെ കുന്നിൻ മുകളിലെ കുടിവെള്ള പദ്ധതിയിലേക്ക് പൈപ്പ് ലൈൻ സ്ഥാപിച്ചത്. പൈപ്പിടൽ കഴിഞ്ഞാൽ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന അധികൃതരുടെ ഉറപ്പും പാഴ്വാക്കായി. മഴ പെയ്താൽ ചെളിയും വെയിലായാൽ പൊടിശല്യവും രൂക്ഷമാണ്. കാലവർഷം കനത്താൽ പാതയിലൂടെയുള്ള യാത്രാ ദുരിതം കൂടും. ന്യൂസ് 18 പാലക്കാട്. കൊല്ലം പത്തനാപുരത്തെ നീന്തൽക്കുളം മലിനമാക്കി സാമൂഹ്യ വിരുദ്ധർ. മദ്യക്കുപ്പികൾ പൊട്ടിച്ചിട്ടും മലമൂത്ര വിസർജനം നടത്തിയെന്നുമാണ് പരാതി. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുണ്ടയത്താണ് കുട്ടികൾക്ക് നീന്തൽ പഠിക്കാനായി കുളം സജ്ജമാക്കിയത്. ഇവിടെ നീന്തൽ പരിശീലനവും നടന്നു വരികയായിരുന്നു. ഈ കുളമാണ് സാമൂഹ്യ വിരുദ്ധർ മലിനമാക്കിയത്. ഭയങ്കര ശല്യം എന്ന് പറഞ്ഞാൽ രാത്രിയും പകലുമായിട്ട് ഇവിടെ സാമൂഹ്യ വിരുദ്ധർ വലിയവരാണ്. കൊച്ചുപിള്ളേരില്ല, വലിയവർ വന്നിട്ട് ഈ മതിൽ ചാടി കിടക്കുന്നു, ഈ ഗ്രില്ല് തകർക്കുന്നു, പൂട്ട് തകർക്കുന്നു. അതിനെല്ലാം എനിക്ക് വിഷമം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വാങ്ങി വെക്കുന്ന ഈ നീന്തൽ പരിശീലനത്തായിട്ട് വാങ്ങി വെച്ചേക്കുന്ന സാധനങ്ങൾ പ്രൊട്ടക്ഷന് വേണ്ടി ഒരുപാട് സാധനങ്ങളുണ്ട്. അതെല്ലാം നശിപ്പിച്ച് കളയും. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്കായിരുന്നു പരിശീലനം. ഈ വേനലവധിക്കാലത്ത് മാത്രം 1500-ലധികം കുട്ടികൾ ഇവിടെ നീന്തൽ പരിശീലിച്ചു. എന്നാൽ പരിശീലകർ ഇല്ലാത്ത സമയങ്ങളിൽ പൂട്ട് തകർത്തും മതിൽ ചാടിക്കടന്നുമെത്തുന്നവർ കുട്ടികൾക്കായി വാങ്ങിയ പരിശീലന ഉപകരണങ്ങൾ നശിപ്പിച്ചു. കുളത്തിനുള്ളിൽ ബിയർ കുപ്പികൾ പൊട്ടിച്ചിടുകയും പടികളിൽ മലമൂത്ര വിസർജനം നടത്തുകയും ചെയ്തു. ഇവിടെ ഈ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം വളരെ മോശമായിട്ട് നടക്കുന്നുണ്ട്. കാരണം ഇതിപ്പം കുട്ടികൾക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടി, കാരണം നമ്മുടെ ഇവിടെ എങ്ങും ഈ സൗകര്യങ്ങളില്ല. ഇത്രയും സൗകര്യം ചെയ്ത് കൊടുക്കുമ്പോൾ ഈ കാണിക്കാന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർ ഇന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. വേനലവധിക്കാലത്ത് മാത്രം 12-ലധികം തവണ പൂട്ട് തകർത്തു. ഇരുമ്പ് വലയും വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോറുകളും പൈപ്പുകളും ലൈറ്റുകളും നശിപ്പിച്ചു. നീന്തൽക്കുളത്തിനടുത്തുള്ള അംഗൻവാടിയുടെ പൂട്ടും തകർത്തു. പത്തനാപുരം പോലീസിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസി, വിദ്യാഭ്യാസ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ അനിൽകുമാർ, പരിശീലകൻ സുബി ചേകം എന്നിവരുടെ നേതൃത്വത്തിൽ പരാതി നൽകിയെങ്കിലും അന്വേഷണം കാര്യക്ഷമമല്ലെന്നാണ് പരാതി. ന്യൂസ് 18 പത്തനാപുരം. ആഴ്ചകളായി കുടിവെള്ളമില്ലാത്തതിൽ പ്രതിഷേധവുമായി വീട്ടമ്മമാർ. പാലക്കാട് നഗരസഭയിലെ തിരുനെല്ലായിൽ വീട്ടമ്മമാർ കുടവുമായി റോഡ് ഉപരോധിച്ചു. കുടിവെള്ളം മുടങ്ങിയിട്ട് ആഴ്ചകളായതോടെ പ്രദേശത്തെ ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. പാലക്കാട് തിരുനെല്ലായിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് ആഴ്ചകളായി. നഗരപ്രദേശത്ത് കുടിവെള്ളം എത്തിക്കാനായി അമൃത് പദ്ധതി കെട്ടിഘോഷിച്ച് നടപ്പിലാക്കിയിട്ടും തിരുനെല്ലായി പ്രദേശത്ത് കുടിവെള്ളം എത്തുന്നില്ല. പൈപ്പുകൾ സ്ഥാപിക്കാനായി റോഡുകൾ കുടിവെള്ളം എത്തിയില്ലെന്ന് വീട്ടമ്മമാർ ആരോപിച്ചു. കുടിവെള്ളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് നഗരസഭാ കൗൺസിലർ മൻസൂർ മനലഞ്ചേരിയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ വീട്ടമ്മമാർ കാലിക്കുടങ്ങളുമായി റോഡ് ഉപരോധിച്ചു.
നഗരസഭാ പ്രതിപക്ഷ കൗൺസിലർമാരോടുള്ള ഭരണകക്ഷിയുടെ വികസന വിരോധമാണ് കുടിവെള്ളം മുട്ടിച്ചതിന് പിന്നിലെന്നാണ് കൗൺസിലർമാർ ആരോപിക്കുന്നത്. നഗരസഭാ അധികൃതരോടും ചെയർപേഴ്സണോടും വാട്ടർ അതോറിറ്റിയോടും പലവട്ടം പരാതി പറഞ്ഞെങ്കിലും നടപടിയില്ലെന്നും കുടിവെള്ളമില്ലെങ്കിലും ഭീമമായ ബിൽ തുക വരുന്നുണ്ടെന്നുമാണ് ആക്ഷേപം. ന്യൂസ് 18 പാലക്കാട്. കണ്ണിനും മനസ്സിനും കുളിർമയായി പാലക്കാട് നാഗലശ്ശേരിയിലെ മാങ്ങാട്ടുകുളം. ശോചനീയാവസ്ഥയിലായ കുളം 1 കോടി രൂപ ചെലവിട്ടാണ് നവീകരിച്ചത്. കുളത്തിൽ നീന്താനും ഉല്ലസിക്കാനും ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തുന്നുണ്ട്. അടിമുടി മാറിയിരിക്കുകയാണ് നാഗലശ്ശേരിയിലെ മാങ്ങാട്ടുകുളം. മുൻപ് നാശത്തിന്റെ വക്കിലായിരുന്ന കുളം നവീകരിച്ച് ആകർഷകമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. ദൂരസ്ഥലങ്ങളിൽ നിന്നടക്കം നിരവധി പേർ നീന്താനും ഉല്ലസിക്കാനുമായി കുളത്തിലെത്തുന്നുണ്ട്. വർണ്ണ കാഴ്ചകളുമായി സ്ഥിതി ചെയ്യുന്ന കുളത്തിൽ നല്ല തെളിമയുള്ള വെള്ളമാണ്. 2023-24 വർഷത്തെ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ വിനിയോഗിച്ചാണ് മാങ്ങാട്ടുകുളം നവീകരിച്ചത്. തൃത്താലയുടെ സമഗ്ര വികസനത്തിന് മന്ത്രി MP രാജേഷ് ആവിഷ്കരിച്ച സുസ്ഥിര തൃത്താലയുടെ ഭാഗമായാണ് പ്രവർത്തനം. തൃത്താലയിലെ ജലസ്രോതസ്സുകളെ പുനരുജ്ജീവിപ്പിക്കുക, ജലസംരക്ഷണം, കൃഷിയുടെ പ്രോത്സാഹനം, മണ്ണ് സംരക്ഷണം, നീർത്തട വികസനം, പിന്നെ ശുചിത്വം, സംരംഭകത്വ വികസനം, ഇതെല്ലാം ചേർത്ത് സമഗ്ര വികസനത്തിന്, സുസ്ഥിരമായ വികസനത്തിന് ആവിഷ്കരിച്ച പദ്ധതിയാണ് സുസ്ഥിര തൃത്താല. ഒരേക്കറിലധികം സ്ഥലത്ത് വിശാലമായി കിടക്കുന്ന ഈ ജലസ്രോതസ് പ്രദേശത്തെ ജലദൗർലഭ്യം കുറയ്ക്കുന്നതിനും ജലവിധാനം ഉയർത്തുന്നതിനും ചെറുചാൽപ്രം പാടശേഖരത്തിലെ 25 ഹെക്ടറോളം സ്ഥലത്തേക്ക് നെൽകൃഷിക്കും പൊതുജനങ്ങൾക്ക് കുളിക്കാനും മറ്റും സഹായകരമാണ്. ന്യൂസ് 18 പാലക്കാട്. ഇടുക്കി അടിമാലി അപ്സരക്കുന്ന് തലമാലി വെള്ളച്ചാട്ടത്തിന് കുറുകെയുള്ള പാലത്തിന് പുതിയ കൈവരികൾ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ. സ്കൂൾ കുട്ടികൾ അടക്കം സഞ്ചരിക്കുന്ന പാലത്തിൽ നിലവിലെ കൈവരികൾക്ക് ബലക്ഷയം സംഭവിച്ചതായും പ്രദേശവാസികൾ പറയുന്നു. ഭഗവതിക്കുന്ന് മേഖലയിലേക്ക് പോകുന്ന ഭാഗത്താണ് അപകടാവസ്ഥ. പാലത്തിന്റെ കൈവരികൾ തകർച്ച നേരിടുകയാണ്. ഏറെ നാളായി ബലക്ഷയം സംഭവിച്ചിട്ട്. ഇതാണ് നാട്ടുകാരുടെ ആശങ്കയ്ക്ക് കാരണം. വിദ്യാർത്ഥികളടക്കം നിരവധി പേർ ഇതുവഴി സഞ്ചരിക്കുന്നുണ്ട്. മരക്കൊമ്പുകൾ വച്ചുകെട്ടി കൈവരിയായി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതൊട്ടും തന്നെ സുരക്ഷിതമല്ല. ഉറപ്പുള്ള കൈവരികൾ ഇല്ലെങ്കിൽ അപകടം സംഭവിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കുറേ ദിവസമായി ഈ പാലം ഇങ്ങനെ പൊളിഞ്ഞെടുക്കാനുണ്ട്. അത് ഞാൻ ആരോടും പറഞ്ഞില്ല. എൻ്റെ സന്തോഷത്തിന് എനിക്ക് എൻ്റെ പിള്ളേരെ പേടിച്ചിട്ട് ഞാനാണ് ആ കമ്പ് കൊണ്ടു, ഞാൻ എൻ്റെ കെട്ടിയാനും കൂടിയാണ് കമ്പ് കെട്ടിയത്. അത് ആരെ കൊച്ചാക്കാനും ഒന്നുമില്ല. 3 സ്ഥലത്ത് നിങ്ങൾ കണ്ടൂല, കാണുമ്പോൾ അറിയാലോ. പാലത്തിൻ്റെ കമ്പികൾ പോയിട്ട് വർഷങ്ങളായി. ഇതിൽ ഒരുപാട് കുഞ്ഞു പിള്ളേരും വലിയവരും പ്രായമായവരൊക്കെ പോകുന്നൊരു വഴിയാണ്. ഇപ്പോൾ മഴയായി ഒത്തിരി, ഇനിയിപ്പോൾ കാലവർഷങ്ങളാണ്. ഒരു പിള്ളേരും ഇപ്പോൾ ടൂറിസ്റ്റുകളെല്ലാം വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഈ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ പാലത്തിൻ്റെ കൈവരി ഒന്ന് ശരിയാക്കി എല്ലാം ഒന്ന് ശരിയാക്കി തന്നെ ഒന്ന് നമ്മൾ പറയുകയാണ്. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്. തലമാലി മേഖലയിൽ നിന്നും വയോധികർ ഉൾപ്പെടെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് എളുപ്പത്തിൽ എത്തുന്നതും ഇതുവഴിയാണ്. മഴക്കാലത്ത് പാലത്തിന് കീഴിലൂടെ അതിശക്തമായ വെള്ളമൊഴുക്കും ഉണ്ടാകും. പാലം സ്ഥിതി ചെയ്യുന്ന പ്രദേശം പാറക്കെട്ട് നിറഞ്ഞതാണ്. പ്രദേശത്തെ അപകട സാധ്യത കണക്കിലെടുത്ത് അടിയന്തര നടപടിയാണ് ആവശ്യം. ന്യൂസ് 18 അടിമാലി. കായംകുളം പത്തിയൂർ പുളിയറ SKV ഹൈസ്കൂളിൽ ഫുട്ബോൾ ക്ലബ്ബ് രൂപീകരണവും ജേഴ്സി വിതരണവും നടന്നു. കായംകുളം DYSP ബാബുക്കുട്ടൻ ഉദ്ഘാടനം നിർവഹിച്ചു. 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളെ 4 ടീമുകളായി തിരിച്ചാണ് ക്ലബ്ബ് രൂപീകരിച്ചത്. സബ് ജൂനിയർ വിഭാഗത്തിൽ പുളിയറ വാരിയേഴ്സ് FC, പുളിയറ തണ്ടർഫീറ്റ് FC, ജൂനിയർ വിഭാഗത്തിൽ പുളിയറ ഫാൽക്കൺസ് FC, പുളിയറ ചാമ്പ്യൻസ് FC എന്നീ ടീമുകളിലായി 30ഓളം വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി. 4 ടീമുകൾക്കും ജേഴ്സികൾ മധു പുളിയറ ജീവൻ ഫൗണ്ടേഷനാണ് നൽകിയത്. ഇടുക്കിയിൽ ഭൂമി കയ്യേറ്റത്തെ തുടർന്ന് റവന്യൂ വകുപ്പ് സീൽ ചെയ്ത കാരവാൻ പാർക്ക് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ശ്രമം. നെടുങ്കണ്ടം മാൻകുത്തിമേട്ടിൽ കയ്യേറ്റ ഭൂമി നിർമ്മിച്ച കാരവാൻ പാർക്കാണ് വിലക്കുകൾ ലംഘിച്ച് തുറന്നത്. സംഭവത്തിൽ റവന്യൂ വകുപ്പ് ഇടപെട്ടു. സ്ഥാപനം വീണ്ടും സീൽ ചെയ്തു. സർക്കാർ ഭൂമിയെന്ന ബോർഡും പുനഃസ്ഥാപിച്ചു. ഉടമയ്ക്കെതിരെ കേസെടുക്കാനും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി.
സർക്കാർ ഭൂമിയിലെ കയ്യേറ്റം കണ്ടെത്തിയതിനെ തുടർന്ന് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മാൻകുത്തിമേട്ടിലെ വനാനി കാരവാൻ പാർക്ക് റവന്യൂ വകുപ്പ് മുൻപ് സീൽ ചെയ്തിരുന്നു. ഗേറ്റിന് മുമ്പിൽ സർക്കാർ വക സ്ഥലം എന്ന് ബോർഡും സ്ഥാപിച്ചു. എന്നാൽ ഉത്തരവുകൾ ലംഘിച്ച് ബോർഡും മാറ്റി സ്ഥാപനം വീണ്ടും തുറക്കുകയായിരുന്നു. സീൽ ചെയ്ത കാരവാനുകളുടെ സീല് തകർക്കുകയും ചെയ്തു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ റവന്യൂ വകുപ്പ് അടിയന്തരമായി വിഷയത്തിൽ ഇടപെടുകയും ബോർഡ് പുനഃസ്ഥാപിക്കുകയും ചെയ്തു. കയ്യേറ്റ ഭൂമിയിൽ നിർമ്മിച്ച കാരവാനുകൾ വീണ്ടും സീൽ ചെയ്തു. കോട്ടയം സ്വദേശിയായ ബിപിൻ കുമാർ എന്ന ആളാണ് മാൻകുത്തിമേട്ടിൽ കാരവാൻ പാർക്ക് നിർമ്മാണം ആരംഭിച്ചത്. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് നിർമ്മാണം ഉൾപ്പെടെ നടത്തിയ ഉടമയ്ക്കെതിരെ കേസെടുക്കാനും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. മാൻകുത്തിമേട്ടിൽ വിലയ്ക്ക് വാങ്ങിയ ഭൂമിക്ക് പുറമേ ചേർന്ന് കിടക്കുന്ന റവന്യൂ ഭൂമിയും കയ്യേറിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. കോടതി ഉത്തരവ് ലംഘിച്ചതടക്കമുള്ള കാര്യങ്ങൾ റവന്യൂ വകുപ്പ് കോടതിയെ ധരിപ്പിക്കും. ന്യൂസ് 18 ഇടുക്കി. കട്ടപ്പന നഗരസഭയിലെ മൃഗാശുപത്രിയിൽ ഡോക്ടർ ഇല്ലാത്തത് ക്ഷീര കർഷകർക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ഡോക്ടർ സ്ഥലം മാറിപ്പോയിട്ട് 1 മാസത്തോളമായിട്ടും പകരം ഡോക്ടറെ നിയമിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. കാലി വളർത്തൽ ഉപജീവന മാർഗമാക്കിയിട്ടുള്ള നിരവധി കർഷകർ ആശ്രയിക്കുന്ന കട്ടപ്പന നഗരസഭയ്ക്ക് കീഴിലെ പ്രധാന മൃഗാശുപത്രിയിൽ നിന്ന് വെറ്റിനറി ഡോക്ടർ സ്ഥലം മാറിപ്പോയിട്ട് ആഴ്ചകൾ പിന്നിട്ടു. എന്നാൽ പകരം ഡോക്ടറെ നിയമിക്കാൻ ഇനിയും നടപടിയായില്ല. ഇതുമൂലം 100 കണക്കിന് ക്ഷീര കർഷകരാണ് പ്രതിസന്ധിയിലായത്. കാലാവസ്ഥാ വ്യതിയാനത്തോടെ കാലികൾക്ക് പലവിധ രോഗങ്ങളും ബാധിക്കുമ്പോൾ മൃഗങ്ങളെ പരിരക്ഷിക്കാനായി കട്ടപ്പന വെറ്റിനറി ആശുപത്രിയിലെത്തുന്നവർ നിരാശയോടെയാണ് മടങ്ങുന്നത്. അതിരൂക്ഷമായ മഴക്കാലം വരാൻ പോകുന്നു. ഏറ്റവും രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതും പരിപാലനം കിട്ടേണ്ടതും മിണ്ടാപ്രാണികളായിട്ടുള്ള മൃഗങ്ങൾക്കാണ്. അപ്പം സാധാരണ കർഷകർ വളർത്തുന്ന വളർത്തുമൃഗങ്ങൾക്കും പെറ്റുമൃഗങ്ങൾക്കും എല്ലാം അതിൻ്റെ ഗുണഫലം കിട്ടേണ്ടതാണ്. അടിയന്തരമായി ഇവരെ സീനിയർ ഡോക്ടറെ നിയമിക്കുന്നതിനുള്ള നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോയില്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ സമരവുമായി ഞങ്ങൾ രംഗത്തിറങ്ങും. പ്രദേശവാസികളുടെ കാലികൾക്ക് ചികിത്സയ്ക്കായി പുറത്തുള്ള മൃഗാശുപത്രികളെ സമീപിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. വളർത്തുനായ്ക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ് എടുക്കുന്നതിന് മാർഗമില്ലാതെയും നിരവധി പേരാണ് പ്രതിസന്ധി നേരിടുന്നത്. മഴക്കാലത്ത് കാലികൾക്ക് പൊതുവെ പലവിധ രോഗങ്ങൾ ബാധിക്കുന്ന സ്ഥിതിയുമുണ്ട്. സാഹചര്യം ബോധ്യപ്പെട്ട് അടിയന്തര നടപടി സ്വീകരിക്കുവാൻ സർക്കാരും നഗരസഭാധികൃതരും തയ്യാറാവണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 കട്ടപ്പന. ഇന്നലെ രാത്രി മരിച്ച അനന്തുവിൻ്റെ മൃതദേഹം സംസ്കരിക്കാനായി കൊണ്ടുപോവുകയാണ്. CV അനുമോദ് വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ്, അത്രമാത്രം വൈകാരികമായ നിമിഷങ്ങൾക്കാണ് അല്പസമയം മുൻപ് വരെ നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ഒരു നാട് മുഴുവൻ അനന്തുവിൻ്റെ ആ 15 വയസ്സുകാരൻ്റെ വിടവാങ്ങലിൽ തേങ്ങിക്കരയുകയാണ്. ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ്. ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ബാക്കിയാക്കിയാണ് അവൻ വിട പറയുന്നത്. സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് എവിടെയാണ്? അതിനായുള്ള ഒരുക്കങ്ങളിലേക്കാണല്ലേ? എങ്ങനെയാണ് അവർക്ക് ഇനി അർത്ഥപ്പിക്കാൻ കഴിയുക, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാണ് അർത്ഥപ്പിക്കാൻ കഴിയുക എന്നൊരു ചോദ്യം അതിനെ തന്നെ ബാക്കിയാകുന്നില്ല. കാരണം ഒരിക്കലും ആരും പ്രതീക്ഷിക്കുന്നില്ല. സ്ഥിരമായിട്ട് പോകുന്ന വഴിയാണ്, എല്ലാ ദിവസവും കാണുന്ന ആളുകളാണ്, വഴിയാണ്. അങ്ങനെയൊക്കെ ഇരിക്കെ മാത്രം നിലമ്പൂർ വഴിക്കടവിൽ പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥി അനന്തുവിൻ്റെ മൃതദേഹം സംസ്കരിക്കാനായി കൊണ്ടുപോവുകയാണ്. നിരവധി പേരാണ് അനന്തുവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആ വീട്ടിലെത്തിയത്. CV അനുമോദ് ചേരുന്നു. അനുമോദ്, ഒരുപാട് കാലം 10-15 വയസ്സ് വരെ അവൻ ഓടിക്കളിച്ച വഴികളാണ്. അവസാനമായി അവനെ കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് ആ വീട്ടിലോട്ടെത്തിയത്. കണ്ണീരണിയുകയാണ് ആ നാട് മുഴുവൻ. സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു. മുളങ്കാടിനിടയിലുള്ള ശ്മശാനത്തിലേക്ക് അനന്തുവിന്റെ മൃതദേഹം ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ്. ഹൃദയഭേദകമായിരുന്നു വീട്ടിലെ കാഴ്ചകൾ. 11:45 അനന്തുവിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചത്. അപ്പോഴേക്കും നാടൊന്നാകെ അവിടേക്ക് ഒഴുകിയെത്തിയിരുന്നു എന്ന് വേണം പറയാൻ.
നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രമുഖ നേതാക്കളെല്ലാം അവിടെ എത്തി കുടുംബത്തെ ആശ്വസിപ്പിച്ചിരുന്നു. ശേഷം അദ്ദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാനും നാടൊന്നാകെ ഒഴുകിയെത്തി. അതിനു മുമ്പ് അനന്തു പഠിച്ചിരുന്ന സ്കൂളിലും അല്പസമയം പൊതുദർശനം ഉണ്ടായിരുന്നു. സഹപാഠികളും സുഹൃത്തുക്കളും അധ്യാപകരും ഒക്കെ അവിടെ നിന്നും അനന്തുവിന് അന്ത്യാഞ്ജലി തുടർന്ന് വീട്ടിലേക്ക് എത്തിച്ചപ്പോഴേക്കും അവിടെയും ജനനിബിഡമായിരുന്നു. വാഹനമെത്തുന്ന വഴിയില്ലാത്ത ആ മേഖലയിലേക്ക് കാൽനടയായി നിലമ്പൂർ ഒന്നാകെ നടന്നെത്തി അല്ലെങ്കിൽ ഒഴുകിയെത്തി എന്ന് വേണം പറയാൻ. അത്രമാത്രം ജനങ്ങൾ അവിടേക്ക് അനന്തുവിനെ അവസാനമായിട്ട് നമുക്ക് കാണുവാൻ എത്തിച്ചേർന്നിരുന്നു. എല്ലാത്തിനപ്പുറം സ്കൂളിലെല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വിദ്യാർത്ഥി, നല്ല സുഹൃത്ത്, ഫുട്ബോൾ കളിക്കുന്നതിലാണെങ്കിലും പാട്ട് പാടുന്നതിലാണൊക്കെ എല്ലാവരെയും ഇഷ്ടം പിടിച്ചു പറ്റിയ മിടുക്കനായ 15-കാരൻ ഒരു വീടിന്റെ മുഴുവൻ പ്രതീക്ഷയായിരുന്നു. ആ വീട്ടില് അനന്തുവിന്റെ അവസാന വിടചൊല്ലല് ആരുടെയും ഉള്ളിലെക്കുന്നതായിരുന്നു. പലരും കരഞ്ഞ് മോഹാലസ്യപ്പെട്ട് വീഴുന്നത് കണ്ടു. ചിലരൊക്കെ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. സഹോദരിമാരുടെയും അമ്മയുടെയൊക്കെ ഹൃദയം പൊട്ടിയുള്ള കരച്ചിലായിരുന്നു ഇത്രയും നേരം ആ വീട്ടിലെല്ലാം ആ മേഖലയിലൊക്കെ അലയടിച്ചത്. അത്രമാത്രം വേദനാജനകമാണ് ഈ ഒരു കാഴ്ചകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് തന്നെ. ഇപ്പോൾ കാടിനോട് ചേർന്നുള്ള ഇവരുടെ ഒരു പാരമ്പര്യ ശ്മശാനത്തിലാണ് അനന്തുവിന്റെ മൃതദേഹം അടക്കുന്നത്. ഇവിടെയും ഒരുപാട് പേര് എത്തിയിട്ടുണ്ട്. അനന്തുവിന്റെ സുഹൃത്തുക്കളായും അധ്യാപകരായും സഹപാഠികളായും നാട്ടുകാരായും കേട്ടറിഞ്ഞെത്തിയവരായും അങ്ങനെ വിവിധ തുറകളിൽ നിന്ന് അനന്തുവിനെ അവസാനമായി നോക്കിക്കണ്ട് യാത്ര പറയാൻ നാടൊന്നാകെ വെള്ളക്കട്ടയിലേക്ക് ഒഴുകിയെത്തുന്നൊരു കാഴ്ച. സത്യത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ നോവ് മാത്രമാകും ഒരുപക്ഷെ ഈ ലോകത്തിന് ഈ 15-കാരന്റെ മരണം. പക്ഷെ ആ കുടുംബത്തെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഈ ഒരു വേദന അത് മറികടക്കാനാവില്ല, മറക്കാനും ആവില്ല. അത്രയേറെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആയിട്ടായിരുന്നു അവനവിടെ ആ കുടുംബത്തിന്റെ ജീവനായി വളർന്നു വന്നത്. ജീവിതത്തിൽ ഈ കാലെടുത്ത് വെക്കുന്നതിന് മുൻപേ അപ്രതീക്ഷിതമായി മരണം അവനെ തട്ടിയെടുത്തപ്പോ ഉലഞ്ഞു പോയതാണ് വീട് മാത്രമല്ല, ആ ഒരു നാടൊന്നാകെയായിട്ടാണ്. ഈ രാഷ്ട്രീയമായിട്ടുള്ള വിവാദങ്ങൾക്കെല്ലാം അപ്പുറം ഈ ഒരു കുടുംബത്തിന്റെ വേദന നാടൊന്നാകെ ഏറ്റുവാങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ സഹാനുഭൂതിയുടെ മറ്റൊരു കാഴ്ചയായി നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം. തന്റെ കാരണവന്മാരൊക്കെ വിശ്രമിക്കുന്ന, അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടത്തേക്ക് ഇത്രയും വേഗം ഈ ഘട്ടത്തിൽ അവൻ വരുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. ചില വൈകുന്നേരം 7 മണി വരെ കളിച്ചു നടന്ന ആ 15-കാരൻ മണിക്കൂറുകൾ കൊണ്ടാണ് മണ്ണിനടിയിലാവുന്നത്, മണ്ണായി മാറുന്നത്. വല്ലാത്തൊരു ദുർവിധിയെന്ന് എല്ലാവരും ഒരുപോലെ പരിതപിക്കുകയാണ്. എന്നും കടന്നു വരുന്ന വഴി, എന്നും പരിചിതമായ ഇടം, അവിടെ അസാധാരണമായിട്ടൊന്നും അവരും കണ്ടു കാണില്ല. പക്ഷെ ചിലരുടെ പ്രവൃത്തി അവിടെ അവന്റെ വിധിയെ ഒരുക്കി വച്ചിരുന്നതെന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണല്ലോ അവൻ ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്തത്. അനന്തുവിന്റെ പ്രിയപ്പെട്ടവരുടെ തേങ്ങലാണ് എന്നും. ഇത്രമാത്രം പ്രിയപ്പെട്ടവനായി വിരിയുന്നതിന് മുമ്പേ കൊഴിയുന്നൊരു പൂവ് പോലെ അവൻ വിടവാങ്ങുമ്പോൾ നാടൊന്നാകെ അവനെ കണ്ണീരോടെ യാത്ര പറയുകയാണ്.
എത്രമാത്രം സ്വപ്നങ്ങളായിരിക്കും, പ്രതീക്ഷകളായിരിക്കും ഇന്നിവിടെ മണ്ണോട് മണ്ണടിഞ്ഞു പോകുന്നത്. അത്രമാത്രം വേദനയോടെയാണ് ഇനി ആ കുടുംബവും ഈ നാടും ഒക്കെ അവനെ ഓർക്കുക. അവസാന ചടങ്ങുകൾ, അതിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ ചടങ്ങുകളും പൂർത്തിയാകും. അതോടെ അനന്തു നിത്യതയിലേക്ക് മായും. അന്ത്യകർമ്മങ്ങളുടെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഒരാൾ മാത്രം ഈ നിമിഷം വരെ നാടുമാകെ ഈ അവരോടൊപ്പം എല്ലാവരും എന്തെല്ലാം വിവാദങ്ങളുണ്ടായാലും ഇവിടേക്ക് വരുമ്പോൾ ആ രാഷ്ട്രീയമെല്ലാം അവരെ ഉപേക്ഷിച്ചാണ് വീട്ടിലേക്ക് വരുന്നതും അവരോടൊപ്പം ആശ്വാസം പങ്കിടുന്നതും അവരുടെ വേദനയിൽ പങ്കുചേരുന്നതും അത്രയേറെ നമ്പരപ്പെടുത്തുന്ന ഒരു കുട്ടി സംബന്ധിച്ചിടത്തോളം അവരുടെ കൂട്ടുകാരോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഒരു തരത്തിലുള്ള അപായ സൂചന പോലും ഇല്ലാത്ത ഒരു വീട് മഴക്കാലമായിട്ട് പോലും കുത്തിയൊലിച്ച് വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ കുത്തിയൊലിച്ച് വരുന്ന വെള്ളം ഒരു അപകടവുമായും സാധാരണ അമ്മമാരും കുത്തിയൊലിച്ച് വരുന്ന വെള്ളം ഇറങ്ങരുത് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ പോലും പറയേണ്ട സാഹചര്യം ആ തോട്ടിലുണ്ടായിരുന്നില്ല. അവരെല്ലാം തന്നെ കളിച്ച് വളരുന്ന അല്ലെങ്കിൽ മീൻ പിടിക്കാൻ പോയിരുന്ന പുറങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ തന്നെ അങ്ങനെയുള്ള തോട്ടിലാണ് ഇന്നലെ ഒരു അപകടം പതിയിരിക്കുന്നത് എന്നുള്ളതാണ്. അനന്തുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുകയാണ്. ഒരു നാട് മുഴുവൻ അവസാനമായി അവരൊരു നോക്ക് കാണാനായി അങ്ങോട്ട് ഒഴുകിയെത്തിയിരുന്ന ഒരുപാട് പ്രതീക്ഷകളും ആ കുടുംബത്തിൻ്റെ മുഴുവൻ സ്വപ്നങ്ങളും ബാക്കിയാക്കിയാണ് 15 വയസ്സുകാരൻ നമ്മെ വിട്ടുപിരിഞ്ഞത്. അനുമോദ് പറഞ്ഞതുപോലെ തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് എന്നും ഓർക്കുന്നൊരു വേദനിക്കുന്ന വിവരമായി വാർത്തയായി മാറുകയാണ് അനന്തു. അവൻ്റെ കുടുംബത്തിൻ്റെ വേദന നമ്മൾ കണ്ടതാണ്. ഒരു നാട് മുഴുവൻ, വഴിക്കടവ് ഗ്രാമം മുഴുവൻ കരയുന്നത് നമ്മൾ കണ്ടതാണ്. അനന്തുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ പൂർണ്ണമായിരിക്കുകയാണ്. CV അനുമോദുണ്ട്. അനുമോദ്, അങ്ങനെ സ്വപ്നങ്ങളെല്ലാം ബാക്കിയായി ചിലർ ചെയ്ത കൃത്യത്തിന് ഇരയായവൻ മടങ്ങിയല്ലേ? കേവലം 15 വർഷം കൊണ്ട് എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടു കാണും, അതെല്ലാം തന്നെ ബാക്കിയാക്കി അനന്തു വിട്ടുവാങ്ങുകയാണ്. ഇതില് വഴിയാർക്ക് കുറ്റമാർക്ക് എന്നതൊക്കെ പിന്നീട് ചർച്ച ചെയ്യാമെങ്കിലും ആ കുടുംബത്തിന്റെ, ഈ നാടിന്റെ ഒരു വേദനയാണ് ഇവിടെ തങ്ങി നിൽക്കുന്നത്. അനന്തു ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വേദനിക്കുന്ന ഓർമ്മയായിട്ട് മാറും. പക്ഷെ അതിനപ്പുറം ഈ നാടും ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ അനന്തുവിനെ മറന്നേക്കും. പക്ഷെ കുടുംബത്തിനുണ്ടാകുന്ന ഒരു വേദന, നഷ്ടം എന്നുള്ളത്
ഒരു ഘട്ടത്തിലും അത് പരിഹരിക്കാൻ കഴിയുന്നതല്ല, അതാർക്കും നികത്താൻ കഴിയുന്നതല്ല. അത്രമാത്രം വലിയ വേദനയിലേക്കാണ് അനന്തുവിന്റെ മരണം ആ കുടുംബത്തെ ഒന്നാകെ തള്ളിയിട്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ നാടൊന്നാകെ ഇവിടെ അനന്തുവിനെ യാത്ര പറയാൻ, വിട ചൊല്ലാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരിക്കലും ഈ ഒരു മരണം അത് പ്രതീക്ഷിച്ചിരുന്നല്ല. തനിക്ക് പരിചിതമായ വഴികളിലൂടെ, തനിക്ക് പരിചിതമായ സാഹചര്യങ്ങളിലൂടെ, തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ കൂടെ, ബന്ധുക്കളുടെ കൂടെ കളിച്ച് നടന്നിരുന്ന കൗമാരക്കാരനാണ് നിമിഷങ്ങൾ കൊണ്ട് ഓർമ്മയായി മാറി എന്നുള്ളത് ആർക്കും വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം അത്രമാത്രം അപ്രതീക്ഷിതമായിരുന്നു ഈ മരണം. ഷോക്കേറ്റതാണ് മരണകാരണം എന്നാണ് പ്രാഥമികമായിട്ട് പോസ്റ്റ്മോർട്ടത്തിലൊക്കെ പറയുന്നത്. ഈ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ വരാനുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഷോക്കേറ്റ് വീണത് തന്നെയാണ് മരണകാരണമെന്ന പ്രാഥമിക സൂചനകളാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രമാത്രം വലിയ ശക്തിയിൽ കറണ്ട് അതിലൂടെ പ്രവഹിച്ചിരുന്നു എന്ന് വേണം കരുതുവാൻ. ഈ നിയമവിരുദ്ധമായി കടത്തിയ ഈ ഒരു കറണ്ട് അത്രമാത്രം തീവ്രതയേറിയതായിരുന്നു എന്ന് വേണം ഈ ഒരു സാഹചര്യത്തിൽ വിലയിരുത്തുവാൻ. അതുകൊണ്ട് തന്നെ ഇതിന് ഉത്തരവാദികളായവർക്ക് അതൊരാൾ മാത്രം എന്ന് പറയാനാകില്ല. കാരണം ഈ ഒരു സംവിധാനം ഒരാൾ ചെയ്യുന്നുവെങ്കിൽ അത് ആ സംവിധാനത്തിന്റെ പിഴവ് ഉണ്ടാവണം. അങ്ങനെ ആ സംവിധാനം പിഴയ്ക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് തിരുത്തേണ്ട ഉത്തരവാദിത്തപ്പെട്ടവർക്കുണ്ട്. അത് ചെയ്യാത്തത് കൂടി ഈ ഘട്ടത്തിൽ പറയാതിരിക്കാനാവില്ല. കാരണം ഒരു ജീവൻ ഇവിടെ പൊലിയുമ്പോഴാണ് ഈ പിഴവുകളൊക്കെ തിരിച്ചറിഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ പഴിയായി പറഞ്ഞ് അതിന് രാഷ്ട്രീയ നിറം കൊടുക്കുന്നത്. പക്ഷെ അതിനപ്പുറം ഇതെല്ലാം സാധാരണ ഇതിൽ നടന്നു പോകുമ്പോൾ അതൊരു തെറ്റാണെന്നോ ഒരു പിഴവാണെന്നോ ആരും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതാണ് ഒരു മനുഷ്യജീവൻ, ഒരു 15 വയസ്സ് മാത്രമുള്ള ഒരു കൗമാരക്കാരന്റെ ജീവൻ പൊലിയുന്നതിന്റെ തീവ്രത ഇത്രമാത്രം കൂട്ടിയത്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു മരണം. അതാണ് അനന്തുവിന്റെ ഈ ഒരു അകാലത്തിലെ വിടവാങ്ങലിനെ പറയേണ്ടത്. ഇത് ഒരു തരത്തിലും ഒരു അനുമതി സൂചിപ്പിച്ചതുപോലെ വഴിക്കടവിൽ പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ച അനന്തുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ അത് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ്. ഏറെ വൈകാരിക നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ് പ്രദേശം. നിലമ്പൂർ എന്ന നിയോജക മണ്ഡലം ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ നേരിടുന്നതിനിടയിലാണ് ഇത്തരമൊരു ദാരുണമായ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇതോടുകൂടി അവിടേക്ക് സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള നിരവധി ആളുകൾ എത്തുന്നു, രാഷ്ട്രീയ നേതാക്കൾ എത്തുന്നു, ആ കുടുംബത്തോടൊപ്പം നിൽക്കുന്നു. എന്തായാലും ഒരു മലയോര ഗ്രാമം, മലയോര ജനത അവർ നേരിടുന്ന ഒരു പ്രതിസന്ധിയുടെ മറ്റൊരു വശം കൂടിയാണ് ഇതോടുകൂടി ഒരിക്കൽ കൂടി ചർച്ച ചെയ്യപ്പെടുന്നത്. മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം ഈ മലയോര മേഖലകളിൽ എക്കാലവും വാർത്തയായിട്ടുണ്ട്, അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തവണ പന്നിയെ പിടിക്കാൻ വേണ്ടി പന്നിക്കണി വെച്ച സംഘത്തിൻ്റെ ആ വൈദ്യുതി ഏറ്റാണ് ആ വിദ്യാർത്ഥിയുടെ മരണം സംഭവിക്കുന്നത്. നാട്ടിൽ ഇങ്ങനെ പല കാര്യങ്ങൾ നടക്കുന്നു. ഇവിടെ വീഴ്ച പറ്റിയത് ആർക്കാണെങ്കിലും അവിടെ ഇടപെടലുണ്ടാവണം, നടപടികളുണ്ടാവണം എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഈ സംഭവത്തിലുണ്ടാകുന്നു. എന്തായാലും ഈ വിഷയത്തിൽ രാഷ്ട്രീയ വിവാദം വലിയ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. എന്തായാലും ആ കുടുംബത്തിൻ്റെ നഷ്ടം വലുതാണ്. ഏറെ വൈകാരിക രംഗങ്ങളിലൂടെയാണ് അത് കടന്നുപോയത്. കുടുംബത്തിൻ്റെ നഷ്ടത്തിനൊപ്പം അതിൻ്റെ ഉത്തരവാദി ആരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയണം. ആ ഇടപെടലുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇടവേളയാണ്, മടങ്ങി വരാം.